ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഷോർട്സ് തന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നെയാണ് ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി മുതൽ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. ഇന്ന് ഒരു നമ്മുടെ അമ്മാട്ടിക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറുമല്ല, നമ്മുടെ മലബാറിൻ്റെ പൂരം, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേകം ഒരു പൂരം, അതായത് പെൺകുട്ടികളുള്ള വീട്ടിൽ പൂരം ആഘോഷിക്കാറുണ്ട്. അപ്പം അവിടെ കുട്ടികൾ പൂക്കളം, കാമദേവനെ നമിച്ച് പൂക്കളം ഇടുന്ന ഒരു ആചാരമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് അമ്മാട്ടിക്ക് കൊടുത്ത ഒരു വീഡിയോ ആണ്. സർപ്രൈസ് ആയിരുന്നു. അവൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു. പൂരത്തിന് ഏറ്റവും പ്രാധാന്യം പൂരവളയാണ്, അതേപോലെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ അവൾക്ക് കുറേ വളയും ഒരു ജോഡി ഡ്രസ്സും ഹെയർ ബാൻഡ്, ചോക്ലേറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഗിഫ്റ്റ് ഹാമ്പറിൽ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതവൾക്ക് കുറേ നാൾ, ഞാൻ ഒരാഴ്ചത്തോളമായി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത്. അപ്പം ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് സെറ്റാക്കി, അതേപോലെ ഹാമ്പർ ബോക്സ് ഒരു ഭാഗത്ത് സെറ്റാക്കി, ചോക്ലേറ്റ് ഇതൊക്കെ സെറ്റാക്കി ഇന്നാണ് അവൾ പൂക്കളം ഇടാൻ തുടങ്ങിയ ദിവസം. അപ്പം ആ ദിവസം തന്നെ അവൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അവളത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയിരുന്നു. പിന്നെ അവളെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, അതേപോലെ അതൊക്കെ കിട്ടുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്തിട്ട് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. എത്ര കൊടുത്താലും മതി വരില്ല. അപ്പം ഈ പൂരത്തിനും അവൾക്ക് ഇരിക്കട്ടെ ഒരു ചെറിയ സമ്മാനം. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജോഡി ഡ്രസ്സായിരുന്നു, അതിൻ്റെ കൂടെ പൗഡർ, അവൾക്ക് വേണ്ട ഹെയർ ബാൻഡ്, അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ, വളകൾ. നമുക്ക് പൂരത്തിന് കൂടുതലും വളയാണ് ഇമ്പോർട്ടൻ്റ്, കരിവള, അതേപോലെ കളർ വള, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഡ്രസ്സ് അവൾക്ക് ഫിറ്റായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടാണ് ഇത് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അതേപോലെ വളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. അതേപോലെ ബോക്സും ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതായിരുന്നു. ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ പൂരത്തിന് പ്രാധാന്യമുള്ള പൂക്കളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ പച്ച കളറിലെ പൂക്കളം. അത് നമ്മുടെ പൂരത്തിന് മാത്രം കണ്ടുവരുന്ന പൂവാണ്. അത് നമ്മുടെ ഓണത്തിന് യൂസ് ചെയ്യുന്ന ഒരു പൂവും നമ്മുടെ ഈ പൂരത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക്